ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് വാഴയില കൊണ്ട് അടിപൊളി ഹൽവ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ടിക്ടോക്കിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ്. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പവും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നല്ല പച്ച കളറിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. ഒരു വാഴയില എന്ന് പറയുമ്പോൾ നമ്മൾ ചോറുണ്ണാനൊക്കെ എടുക്കില്ലേ, പകുതി വാഴയില, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മൾ വാഴയിൽ നിന്ന് ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ അത്ര വലിപ്പം വേണ്ട. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. വാഴയില എടുക്കുമ്പോൾ പൂവൻ്റെയോ പാളയംകോടൻ്റെയോ ഒക്കെ വാഴയില എടുക്കുക. നേന്ത്രവാഴയുടെ ഇല എടുക്കരുത്, അതിന് കയ്പ്പ് കൂടുതലാണ്. പാളയംകോടന് ചില സ്ഥലങ്ങളിൽ മൈസൂർ പഴം എന്നും പറയും. അപ്പോൾ അതിൻ്റെ വാഴയില എടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഇല ഒന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ നടുക്കത്തെ തണ്ടിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് മാറ്റി വേണം കട്ട് ചെയ്തെടുക്കാൻ. അല്ലാതെ ചേർത്ത് വെച്ച് കട്ട് ചെയ്തെടുത്താൽ ആ തണ്ടിൻ്റെ ഭാഗവും കൂടി ഇങ്ങനെ കട്ടായി വരും. അപ്പോൾ അത് ചേർത്തിട്ട് അരച്ചാൽ കയ്പ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഒരു കത്രിക വെച്ചിട്ട് നീക്കി ഒന്ന് മുറിച്ചെടുത്താൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കാം. അപ്പോൾ അതാ മുറിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അത്ര ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണ്ട. ഒരു വാഴയില എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ടായിരിക്കും എത്രയാണ് കറക്റ്റ് അളവെന്ന്. അപ്പോൾ നിങ്ങൾ ഇത് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാം അളന്നെടുത്താൽ മതി. അപ്പോൾ വാഴയില ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് വാഴയില അരിഞ്ഞെടുത്താൽ മതി. ഇനി ഈ ഇല മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തില്ലേ ഗ്ലാസ്, അതിൽ തന്നെ അളന്നൊഴിക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. അരിപ്പയിൽ ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ നീരുണ്ട്, നമുക്കിത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ വാഴയിലയുടെ നീര് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. കോൺഫ്ലോറിന് പകരം വേണമെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ടും തയ്യാറാക്കി നോക്കി. കോൺഫ്ലോറിൽ തയ്യാറാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചയും ചുവപ്പും ഹൽവയൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഇരിക്കും കോൺഫ്ലോർ കൊണ്ട് തയ്യാറാക്കി എടുത്താൽ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കയ്പ്പുണ്ടോ എന്ന്. ഇപ്പോൾ കയ്പ്പൊന്നും കാണില്ല, ഏത്തവാഴയുടെ ഇലയ്ക്ക് മാത്രമേ കയ്പ്പുള്ളൂ. ഇനി കയ്പ്പുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ശേഷം നെയ്യൊക്കെ ചേർത്തിട്ട് ഹൽവ ഉണ്ടാക്കി എടുക്കണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 3 ഏലക്ക ചേർക്കാം. ചേർക്കുമ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ 6 7 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വേണമെങ്കിൽ ഈ അണ്ടിപ്പരിപ്പിന് പകരം തേങ്ങാക്കൊത്ത് ചേർത്താലും മതി. ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഹൽവ തയ്യാറാക്കി എടുക്കാം. നേരത്തെ കലക്കി വെച്ചിരിക്കുന്നത് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തയ്യാറാക്കി എടുത്താൽ മതി. സാധാ പാൻ ആണെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ നെയ്യുടെ ആവശ്യം വരും. ഇപ്പം ഞാൻ മീഡിയത്തിലാണ് തീ ഇട്ടേക്കുന്നത്. ഒന്ന് കുറുകി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കോട്ടാക്കി കൊടുക്കാം. ഇപ്പം നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് വരുന്നുണ്ട്. ഓരോ 10 മിനിറ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തീ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്ക് ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂൺ നെയ്യായി. ഇതിലോട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് ചേർക്കുന്നതിനേക്കാളും ഈ സമയത്ത് ചേർക്കുന്നതാണ് നല്ലത്. ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യായി. ഇനി നമ്മൾ നെയ്യ് ചേർക്കണ്ട.
ഇത് നമ്മളിങ്ങനെ കറക്കി നോക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് വരും, ഒന്നും വിട്ട് കിടക്കാതെ എല്ലാം ഒരുമിച്ചായിട്ട് വരും. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് സെറ്റ് ചെയ്യേണ്ട പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അരമണിക്കൂർ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം തണുത്തിട്ടുണ്ട്, നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പം ഞാൻ 1/4 കപ്പ് കോൺഫ്ലോറിൽ നിന്ന് ഇത്ര ഹൽവയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. കാണുമ്പോൾ നല്ല പച്ച കളറിൽ ഇരിക്കുന്നെങ്കിലും ഒട്ടും കയ്പില്ല. കുഞ്ഞുങ്ങൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാവും. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കോ. എപ്പോൾ പ്ലേറ്റ് കാലിയാവുന്നേ അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരുടെ വീട്ടിലും വാഴയില ഉണ്ട്. പുറത്ത് താമസിക്കുന്നവരായിരുന്നാലും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ ഞാനിടുന്ന റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.